ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടൊയോട്ട സൗദി അറേബ്യയുടെ ഷോറൂമിലാണ്. നമ്മൾ ഇന്നിവിടെ എത്താനുള്ള പ്രധാന കാരണം വെച്ചാൽ നമ്മുടെ പുതിയൊരു വണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 2025 മോഡൽ ക്രൗൺ ആണ്. ഇതാണ് നമ്മുടെ 2025 മോഡൽ ക്രൗൺ. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ട് ഇറങ്ങിയൊരു വണ്ടിയാണ്. ടൊയോട്ട നമ്മുടെ ക്രൗണിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു എംബ്ലം ഉണ്ട്. അതായത് ഇതിന്റെ ഈ ഫ്രണ്ട് തന്നെ നമുക്കത് കാണാം. ആ ഒരു എംബ്ലം കാണാം. വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഒരു ലക്ഷറി ലുക്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എംബ്ലം അത് സ്പെസിഫിക്കേഷൻ ചെയ്ത് അവർ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് കാണാം. പിന്നെ ടൊയോട്ടയിൽ തന്നെ ഇതായിട്ടുള്ള നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്നത്, അതായത് കോമൺ ആയിട്ടുള്ള അവരുടെ എംബ്ലം അവർ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള 2 മോഡൽ അവൈലബിൾ ഉണ്ട്. 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് 2.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ഹൈബ്രിഡ് എഞ്ചിനും അതുപോലെ തന്നെ 2.4 ലിറ്റർ ടെർബോ ചാർജ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സ്റ്റൈലിഷ് ലുക്കിലാണ് വണ്ടി വരുന്നത്. നമുക്ക് അതായത് ജില്ല് ടൊയോട്ട തന്നെ മറ്റു വണ്ടികൾ ഇല്ലാത്ത പോലെ തന്നെ അതായത് നമുക്ക് ഇവിക്ക് വരുന്ന മോഡൽ അതേ ഒരു ടൈപ്പാണ് ഗ്രില്ല് വരുന്നത്. ഫ്രണ്ട് ഗ്രില്ല് വരുന്നത്. ഇനി ബാക്കോട്ട് നമ്മൾ സൈഡ് ഏരിയയിലേക്ക് പോകുക, സൈഡ് ഡോർ സൈഡിലേക്ക് പോകാറ് വളരെ ഫിനിഷിംഗ് ആയിട്ട് നമ്മളെ ഇതിന്റെ ഫിനിഷിങ് ഈ ഡോർന്ന് പറഞ്ഞതിന്റെ വളരെ ഫിനിഷിംഗ് ആയിട്ട് ഒരു ടൈപ്പാണ് നമുക്ക് ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഉണ്ടായി അത് ആ മോഡലിൽ കാണുന്ന പോലെ തന്നെ അതൊരു വളരെ ചെറിയ കുഞ്ഞായിട്ട് അതും മൊത്തം ഡിഗ്രിയുടെ മോഡൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈലാമ്പാണ് വരുന്നത്. ഫിനിഷിംഗ് ടൈലാമ്പാണ് ഇതിൽ വരുന്നത്. കൂടുതലായിട്ട് പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ള ടൊയോട്ടയുടെ അവരുടെ എംബ്ലം തന്നെ അവർ ഡിക്കിയുടെ മുകളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൗണിന് വേണ്ടി സ്പെസിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയിട്ട് ആ എംബ്ലമാണ് നമ്മൾ ഫ്രണ്ടിലും കണ്ടത്. അപ്പം ടോട്ടലി ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ വണ്ടി ഒരു ലക്ഷറി ലുക്ക് തന്നെയാണ് വണ്ടിയാണ്. ഇതിന്റെ നമ്മുടെ സൗദി അറേബ്യ ഇവിടെയുള്ള ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിന് ഓൺ റോഡ് ആയിട്ട് വരുന്നത് 1,70,000 SR ആണ് നമുക്ക് വരുന്നത്. അതായത് സൗദി അറേബ്യൻ റിയാലാണ് വരുന്നത്. അപ്പം ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ നോക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ലെക്സസ് ഇതിന്റെ ടൊയോട്ടയുടെ തന്നെ ലക്ഷറി വെഹിക്കിൾസ് ലെക്സസ് ഒക്കെ അവതരിപ്പിക്കുന്ന അതായത് സെഡാൻ ടൈപ്പിൽ അവതരിപ്പിക്കുന്ന അവരുടെ ആ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, അതായത് കുറച്ചും കൂടി ഹൈ ലെവലിൽ നമുക്കാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കാണുന്നത്. അതായത് ഈ അലോവീൽസ് വരുന്നത് 19 ഇഞ്ച് മുതൽ 21 ഇഞ്ച് വരെയാണ് ഇതിന്റെ അലോവീൽസ്. അതായത് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ അലോവീൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ആ ഒരു ഇഞ്ചാണ് നമുക്ക് 21 ഇഞ്ച് ഏകദേശം ഇത്. അതുകൊണ്ട് തന്നെ സാമാന്യ വേഗമൊന്നും ഒരു അത്യാവശ്യം നമുക്കൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഇത് കിട്ടുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഉൾപ്പെടുത്താന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു അലോയിലും മോൾ കൂടി ഒരു ക്രൗണിന്റെ ആ ഒരു ലോഗോ ഉണ്ടല്ലോ, ആ ലോഗോ കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ടൊയോട്ട അവരുടെ ആ തനിതായിട്ടുള്ള എംബ്ലം നമ്മൾ മാറ്റി ക്രൗണിലേക്ക് അവർ വരുമ്പോൾ ഈ ഒരു എംബ്ലം ഇറക്കിയിട്ട് അവരത് ഓൾമോസ്റ്റ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വീലിലായാലും ആ ഒരു ഫ്രണ്ട് പോർഷനിലാണെങ്കിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.